നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു സീരിയൽ നടിയാണ് അവർ മോഹിനിയാട്ടത്തിന്റെ കോസ്റ്റ്യൂമിൽ ഒരു അരങ്ങേറ്റം നടത്തുകയാണ് ഏതോ ഒരു ക്ഷേത്രത്തിലോ മറ്റോ. അവര് അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നൃത്തമൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിങ്ങനെയല്ലല്ലോ എന്ന് സാധാരണക്കാർക്ക് പോലും തോന്നുന്ന വിധത്തിൽ വളരെ പരിതാപകരമായിട്ടായിരുന്നു അവരുടെ ചുവടുകൾ. വലിയ ധാരണ ഇതിനെക്കുറിച്ചില്ലാത്ത നമുക്ക് തന്നെ ഇത്രയും തോന്നിയപ്പോൾ ശാസ്ത്രീയമായിട്ട് നൃത്തം അഭ്യസിക്കുന്ന, ഇതിൽ ഗവേഷണം നടത്തുന്ന, ഈ കലയൊക്കെ ഒരു ഉപാസനയായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഒരു സ്ത്രീ ഇതിനോട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു. ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്, വളരെ ദൈവികമായിട്ട് ഇതിനെ കാണുന്ന, ഇപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ച് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോഴും ഒരു ഉൾഭയത്തോടു കൂടി മാത്രമാണ് വേദികളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇവരുടെയൊക്കെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നർത്തകി ഈ സീരിയൽ നടിയുടെ നൃത്തത്തിനെതിരെ രംഗത്ത് വന്നു. അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടില് എന്തും കാണിക്കാമല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ്. പക്ഷെ പരമാവധി ആളുകളും ഈ രംഗത്ത് വന്ന സ്ത്രീയെ പറ്റിയാണ് കുറ്റം പറയുന്നത്, അവരുടെ അഭിപ്രായത്തിനോടാണ് വിയോജിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കിതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി, കാരണം ആവർത്തിച്ച് പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രകലകളാണെങ്കിലും ശരി, നമ്മുടെ തനത് കലാരൂപങ്ങളെയൊക്കെ ഒരുമാതിരി കോമാളി വേഷം കെട്ടിക്കുന്ന പരിപാടി കുറച്ച് നാളുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപും ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാഹ ചടങ്ങുകളൊക്കെ കൊഴുപ്പിക്കാൻ വേണ്ടി കഥകളി, തിരുവാതിര, പിന്നെ നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെയും ഒക്കെ വേഷങ്ങളെയൊക്കെ കെട്ടിച്ചവിടെ നിർത്തിയിരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉൾപ്പിടച്ചിലുണ്ടാകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ അതൊരു ഓളമാണ് വിവാഹത്തിന്. അതൊന്നും പാടില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട ഒരു വീഡിയോ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ പുറത്തു വന്നത്. എത്ര ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മളിൽ. കഥകളിയെ അങ്ങേയറ്റം മോശമാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കാൻ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. ആ കഥകളിയുടെ കോസ്റ്റ്യൂം പോലും കറക്റ്റായിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായിട്ട് നൃത്തം അഭ്യസിച്ച ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. തിരുവാതിര കളി നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈവായിട്ട് നിന്ന് കുറച്ച് സ്ത്രീകൾ അവിടെ നിന്ന് പാടുന്നു, മറ്റുള്ളവർ അതിനനുസരിച്ചുള്ള ചുവടുകൾ വെക്കുന്നു. ഇപ്പോൾ തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകൊട്ടിക്കളിയൊക്കെ പലയിടത്തും കളിക്കുന്നത് കാണാറുണ്ട്. ക്ഷേത്രങ്ങളിലെയൊക്കെ പല പരിപാടികളോടനുബന്ധിച്ചാണെങ്കിലും ഒക്കെ നടക്കുന്നത് കാണാറുണ്ട്. എന്താണ് കാണിക്കുന്നതെന്നറിയില്ല. സിനിമാ ഗാനങ്ങൾക്കും നാടൻ പാട്ടുകൾക്കുമൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ചുവടുകളൊക്കെ വെച്ച് ഒരു ഓളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നൃത്തരൂപമായി തിരുവാതിരക്കളി മാറി. അപ്പോൾ ഓരോ ക്ഷേത്രകല എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് യോജിച്ച തരത്തിലുള്ള കലയാണ്. അപ്പോൾ അതിനെയൊക്കെ അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ മാത്രം ബാധ്യതയാണ്. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ, നമ്മൾ ഇതിനോടൊന്നും നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് കാണിക്കാനാണ്? ഇപ്പോൾ ഈ സീരിയൽ നടിമാരൊക്കെ കുറച്ച് ദിവസം കൊണ്ട് 2-3 ആഴ്ചയൊക്കെ കൊണ്ട് നൃത്തം അഭ്യസിച്ചതിന് ശേഷം പെട്ടെന്ന് ആ ഒരു മോഹിനിയാട്ടത്തിൻ്റെയും ഭരതനാട്യത്തിൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് അരങ്ങേറ്റം നടത്തുകയാണ്. അവർക്കൊരു പബ്ലിസിറ്റി, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക എന്നതൊക്കെ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ അത് അഭ്യസിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കുറേ പേര് വിമർശിക്കുകയാണ്, അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്, നിങ്ങൾ എന്തിനാണ് വിമർശിക്കാൻ പോകുന്നത്, അവർ വേറെ പ്രശ്നങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാക്കുന്നില്ലല്ലോ, അത് അവരുടെ സന്തോഷമല്ലേ എന്ന്. അവരവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണെങ്കിൽ എത്ര വേണമെങ്കിലും ആസ്വദിക്കാം. ആ പക്ഷക്കാർ തന്നെയാണ് ഞാൻ. പക്ഷേ ഇത് ഏതായാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു പ്രവണതയാണെന്ന് തോന്നുന്നില്ല. ഇവരുടെ ഗുരുനാഥന്മാരാണ് ആദ്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അരങ്ങേറ്റം നടത്താറായിട്ടില്ല, കുറച്ചുകൂടി എല്ലാം ശരിയാകാനുണ്ട്. അതിനുശേഷം സാവധാനം ഒരു വേദിയിൽ കയറി ഒരുപാട് ആളുകൾക്ക് മുന്നിൽ ആ നൃത്തത്തോട് ബഹുമാനവും നീതിയും പുലർത്തുന്ന തരത്തിലൊരു പ്രകടനം കാഴ്ചവെക്കാൻ എപ്പോൾ തനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ ആ ലെവലിൽ താൻ എപ്പോഴെത്തുന്നോ അപ്പോൾ മാത്രം അരങ്ങേറ്റം മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു വിവേകം ഈ അഭ്യസിക്കുന്ന പുതിയ നടിമാർക്കും ഉണ്ടാവണം. ഈ അടുത്ത കാലത്തും ഒരു നടിയുടെ നൃത്തം കണ്ടു. ഈ സീരിയൽ നടി തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് എവിടെയോ, ഞാൻ 5-6 ദിവസം മാത്രം പ്രാക്ടീസ് ചെയ്താണ് സ്റ്റേജിൽ കയറിയത്. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം.
ഇപ്പോൾ ഈ നടിയെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് കുറേ ആളുകൾ പറയുന്നത് ആരും പൂർണ്ണരൊന്നുമല്ല, ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ 2 ചുവട് വയ്ക്കാൻ ആഗ്രഹം കാണില്ലേ, അതിൻ്റെ പുറത്തായിരിക്കും എന്ന്. പക്ഷെ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, ഓരോന്നും അരങ്ങേറേണ്ട സമയമുണ്ട്, അതിന് സാവധാനമുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണണം എന്ന് വളരെ ആഗ്രഹത്തിലിരിക്കുന്ന ദമ്പതികൾ എനിക്ക് 3 മാസം കഴിയുമ്പോഴേ കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ആ പൂർണ്ണ ഗർഭം അനുഭവിക്കുക എന്നുള്ളത് ആ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഒരു കാലയളവിൽ അവരുടെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിന് നിറം നൽകുന്ന അവരുടെ വലിയ വലിയ പ്രതീക്ഷകൾ, അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് അത് ആസ്വദിക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു കലയെ നമ്മൾ ഉള്ളിൽ പേറുമ്പോൾ, ആ ആഗ്രഹം നമ്മൾ ഉള്ളിൽ ചുമക്കുമ്പോൾ അത് സഫലമാകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതും കൂടിയൊക്കെ കൂടിച്ചേരുന്നതാണ് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിറവ് അല്ലെങ്കിൽ നിറം. ആരോടും വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല ഇത് പറഞ്ഞത്, ഇത്രയും പറയണമെന്ന് തോന്നി. ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തിരുവാതിരക്കളിയെ കൊല്ലുന്നത്. അങ്ങനെ ചെയ്യരുത്, നമ്മളാണ് അങ്ങനെ ചെയ്യാതിരിക്കേണ്ടത്. നാടൻ പാട്ടുകളാണെങ്കിലും നാടൻ പാട്ടുകളുടെ ഉത്ഭവം, അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ്ത്താരികൾ പാടിക്കൊണ്ടിരിക്കുന്നത്, വായ്ത്താരികൾ എങ്ങനെയുണ്ടായി, ഇതൊക്കെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട് നിന്ന കലകളാണ് ഈ നാടൻ പാട്ടുകളൊക്കെ. മനുഷ്യർ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന കലയാണ്. അതിനെയും സ്റ്റേജിൽ കയറ്റി കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളുടെ അകമ്പടിയോടുകൂടി ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാടി വെക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ മനുഷ്യർക്കൊരു രസം എന്നുള്ള രീതിയിൽ എല്ലാവരും ആ ഒരു ഒഴുക്കിനങ്ങ് പോകുകയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മാത്രമേ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ എന്ന ഓർമ്മയും വേണം.